എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അവസാനം എൻട്രി ചെയ്ത ഒരു ടെക്നീഷ്യനാണ് ഈ സിനിമയിലേക്ക്. പക്ഷേ എനിക്കെന്തോ ഇതിലെ പാട്ടുകൾ ചെയ്യാൻ അവർ തന്ന സ്പേസ് വളരെ വലുതായിരുന്നു. ഞാൻ എന്താ പറയുക, എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള കമ്പോസിഷൻസ്, എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ്, എൻ്റെ ഈവൻ അവസാനത്തെ മിക്സിംഗ് മാസ്റ്ററിങ് വരെയുള്ള എല്ലാ പ്രോസസ്സിലും എനിക്ക് കുറച്ച് കളികൾ കളിക്കാനും എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ചെയ്യാനും എനിക്ക് പേഴ്സണലി കേട്ടോ, എനിക്ക് കേൾക്കുന്നവരിനി ഇതാണോ നീ പറഞ്ഞ എത്ര വലിയ ഡീറ്റെയിലിംഗ് ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി വളരെയധികം സ്നേഹത്തോടെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു പോസിറ്റീവ്. അതുകൂടാതെ കുറച്ച് നാൾക്ക് ശേഷം വിജയ് യേശുദാസ് എനിക്ക് ഒരു ജീവിതം നൽകിയ സിനിമ ജോസഫാണ്. അറിയാം, എൻ്റെ ആദ്യ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസഫിൽ എൻ്റെ സംഗീതത്തിന് ഏറ്റവും എഴുതി ചേർന്ന് നിന്നത് വിജയിൻ്റെ ശബ്ദമാണ്, വിജയ് യേശുദാസിൻ്റെ ശബ്ദമാണ്. അപ്പോൾ വിജു ചേട്ടൻ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട്, അതാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു, പൂമഞ്ഞു പോലെൻ്റെ കൺപീലി എന്ന പാട്ട്. ആ പാട്ട് എഴുതിയതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോമ്പിനേഷനായിട്ടുള്ള BK ഹരിനാരായണനാണ്. ഈ പറഞ്ഞ പോലെ കണ്ണത്താതുരം നീമായെന്നും അല്ലെങ്കിൽ കരിനീല കണ്ണുള്ള പെണ്ണും വീരനാഥനെ അല്ലെങ്കിൽ കാവലിലെ എന്നോമൽ നീതിയിൽ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ കരിയറിൻ്റെ കൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടും കൂടെ ഒരു കോമ്പിനേഷൻ വീണ്ടും വർക്കൗട്ടായ ഒരു പാട്ടാണ് പൂമഞ്ഞു പോലെൻ്റെ കൺപീലി എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ കണ്ടസ്റ്റൻ്റായിട്ട് വന്നതാണെന്ന് പലർക്കും അറിയുമായിരിക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റായിട്ട് പോകാനൊരു ഭാഗ്യം ലഭിച്ചു. കഴിഞ്ഞ വർഷം ചിത്രീകരിച്ച അടുത്ത് ജഡ്ജ് ചെയ്യുന്നൊരു ഭാഗ്യം ലഭിച്ചു. ആ സമയത്ത് ഞാൻ കേട്ട കുറേ ശബ്ദങ്ങളിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ആ കുട്ടി പാടിയ ശേഷം ആ കുട്ടിയുടെ ചില അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ആ കുട്ടിയിൽ കാണാൻ സാധിച്ചിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡും ഞാൻ വന്ന വഴികളും ആ കുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ കുട്ടിയുടെ പേര് ഋത്തിക സുധീർ എന്നാണ്. അപ്പോൾ ഋത്തികയെ ഞാൻ ഈ സിനിമയിൽ അവിടെ വെച്ച് ഞാൻ വാക്ക് കൊടുത്തു. ഏത് പാട്ടാണോ ഏത് സിനിമ